Hi friends, welcome back to our English class. Yes, അങ്ങനെ നമ്മുടെ പരീക്ഷ കണ്ടെത്തി അടുത്തെത്തി ചൂടായി നമുക്ക് എല്ലാവർക്കും അല്ലേ നമ്മളെല്ലാവരും പഠിക്കുന്ന തിരക്കിലാണ്. So today we are going to learn one important question and the question is paragraph writing. Paragraph writing ആണ്. എങ്ങനെ എഴുതും പാരഗ്രാഫ്? ഒരു ചോദ്യം തന്നാൽ എങ്ങനെ എഴുതും പാരഗ്രാഫ്? എന്തൊക്കെയാണ് ഇതിന്റെ ഫോമാറ്റ്? എങ്ങനെ നമ്മൾ എഴുതണം? ഹെഡിങ് വേണോ, ഹെഡിങ് വേണ്ടേ, എത്ര വരി വേണം, എത്ര വരി വേണ്ട, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും പഠിക്കണം അല്ലേ. തീർച്ചയായിട്ടും പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ആദ്യം എന്ത് വേണം, ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം, തലക്കെട്ടുണ്ടായിരിക്കണം, ടൈറ്റിൽ ഉണ്ടായിരിക്കണം, എന്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് എന്താണ് നമ്മളൊരു കുഞ്ഞൊരു 10 എന്താണ് ഒരു 5 മുതൽ 8 വരി വരെ നമ്മൾ എന്ത് ചെയ്യാം ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ എഴുതാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ നമുക്ക് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ കുറിച്ച് പാരഗ്രാഫ് റൈറ്റിംഗ് നടത്താം. നോക്കിയാലോ, ഇവിടെ നോക്കിയും ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി, ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. എന്താ പറയുന്നത്, നമ്മുടെ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്താണ്, ഹി വാസ് എ ഗുഡ് മാൻ. നോക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ കഥയിലെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പൊ നോക്ക്, ഹി വാസ് എ ഹെൽത്തി മാൻ. പുള്ളി എന്താണ്, ഭയങ്കര ഹെൽത്തി മാൻ ആയിരുന്നു. അടിപൊളി സ്ട്രെങ്തൻ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആളാണ് ആര്, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഹി ഹാഡ് സ്ട്രോങ് ടീത്ത്. അവരുടെ പല്ലെന്തായിരുന്നു, നല്ല ഉറപ്പുള്ള പല്ലായിരുന്നു. നമ്മുടെ ഗ്രാൻഡ് ഫാദർ പല്ലെന്ത് ചെയ്തിട്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്, പക്ഷെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പല്ലെന്താണ്, നല്ല ഉറപ്പുള്ള പല്ലായിരുന്നു. ആൻഡ് വാസ് ഹിസ് ഇയേഴ്സ് വർ ഷാർപ്പ്. ഇയേഴ്സ് എന്താണ്, ചെവിയൊക്കെ എന്താ അത്രയ്ക്ക് ഷാർപ്പാണ് ആളത്. ഹി കുഡ് സ്പീക്ക് ക്ലിയർലി. വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. He was unselfish and generous. ഭയങ്കര ജനറസ് ആയിരുന്നു ആള്, ഭയങ്കര അൺസെൽഫിഷ് ആയിരുന്നു, ഒട്ടും സ്വാർത്ഥനല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്ത് വേണ്ട, ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, ആര് സ്വത്തൊന്നും നോക്കുന്നില്ല, എല്ലാവരും അവനവൻ്റെ മുറ്റത്ത് എന്ത് ചെയ്യും, പണിയെടുക്കും, അവനവൻ്റെ പാടത്ത് ഹാർഡ് വർക്ക് ചെയ്യും. മറ്റൊരാളെ നോക്കാനോ, മറ്റൊരാളെ തിന്നാനോ, മറ്റൊരാളെ കട്ടെടുക്കാനോ ഒന്നും ആരില്ല. നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇല്ലേ, അപ്പോൾ എന്താ അൺസെൽഫിഷ് ആയിരുന്നു, ഒട്ടും നിസ്വാർത്ഥനായിരുന്നു. ഓക്കെ, ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും സഹായിക്കും, കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് ചെയ്യും അല്ലേ. ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ്. വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു ആര്, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഹി വാസ് നോട്ട് സെൽഫ് സെൻറ്റഡ്. ഒട്ടും സെൽഫ് സെൻറ്റഡ്, അതായത് എൻ്റെ കാര്യം മാത്രം നോക്കുക എന്നുള്ള സ്വഭാവം ആർക്കില്ല, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനില്ല. വെൻ ഹി വാസ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് ഹി യൂസ്ഡ് നാച്ചുറൽ മെത്തേഡ്സ് ആൻഡ് പ്രിപ്പയർഡ് ഓർഗാനിക് ക്രോപ്സ്. അദ്ദേഹം എന്താ പറയുന്നത്, കൃഷി ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാം, പുള്ളി എന്താ ചെയ്യും, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും, നാച്ചുറൽ മെത്തേഡ്സാണ് ഉപയോഗിക്കാം. ഒരിക്കലും എന്തുപയോഗിക്കൂല, വളരെ മോശമായിട്ടുള്ള ആളുകൾക്ക് ഉപദ്രവം ചെയ്യുന്ന തരത്തിലുള്ള കൃഷി രീതികൾ ഉപയോഗിക്കൂല. നേച്ചുറൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുണ്ടാവില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് അസുഖം വരില്ല. അങ്ങനെയുള്ള നേച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള രീതികൾ എന്തുപയോഗിക്കുള്ളൂ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിട്ടുള്ളൂ. നോക്കിയേ, ഇൻ ഷോർട്ട് വി ക്യാൻ സമ്മറൈസ് ബൈ സീയിങ് ദാറ്റ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് എ ഗുഡ് ഹാർഡ് വർക്കിംഗ് ഹ്യൂമൻ. നമുക്ക് എന്ത് പറയാൻ ചുരുക്കിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്തായിരുന്നു, ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. സെറ്റ് അല്ലേ. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ കുറിച്ച് ഇനി ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിച്ചാലും നിങ്ങൾ ഇത് എഴുതി വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, താങ്ക് യു.